CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കരണം ജനദ്രോഹപരമാണെന്ന് BJP. ടൗണിൽ ബസ് സ്റ്റാൻഡ് ടു ബസ് സ്റ്റാൻഡ് എന്ന പേരിൽ സൗജന്യ യാത്രാ സൗകര്യം വാഗ്ദാനം ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ടും വാക്കുപാലിക്കാൻ നഗരസഭയ്ക്ക് സാധിക്കാത്തത് ജനവഞ്ചനയാണെന്ന് ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി. മെഡിക്കൽ ഷോപ്പുകൾക്ക് മുന്നിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഡിസ്കൗണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലർ കേരള ഹൈക്കോടതി ശരിവെച്ചു. ഈ മേഖലയിലെ വ്യാജ ബോർഡുകൾക്കെതിരെ ഓൾ കേരള കെമിസ്റ്റ്സ് ആൻഡ് ഡ്രഗ്സിസ്റ്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് കോടതിയെ സമീപിച്ചത്. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 കേസുകളിലായി മുണ്ടൂർ സ്വദേശിയായ മധ്യവയസ്കനെയും ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവിനെയുമാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നെല്ലായ പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുലാക്കാട്ട് രവീന്ദ്രൻ സ്മാരക കവിതാ പുരസ്കാരം സമർപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധികൾക്ക് കവിതയിലും സാഹിത്യത്തിലും ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് റഫീഖ് അഹമ്മദ് പറഞ്ഞു. ചെർപ്പുളശ്ശേരിയിൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കരണം ജനദ്രോഹപരമാണെന്ന് BJP. ടൗണിൽ ബസ് സ്റ്റാൻഡ് ടു ബസ് സ്റ്റാൻഡ് എന്ന പേരിൽ സൗജന്യ യാത്രാ സൗകര്യം വാഗ്ദാനം ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ടും വാക്കുപാലിക്കാൻ നഗരസഭയ്ക്ക് സാധിക്കാത്തത് ജനവഞ്ചനയാണെന്ന് ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പരിമിതമായ തോതിലെങ്കിലും ബസ്സുകൾ പ്രവേശിപ്പിച്ച് യാത്രക്കാരുടെയും പ്രാദേശിക വ്യാപാരികളുടെയും പ്രയാസങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് BJP യോഗത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സ്ഥാപനങ്ങളിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഗവൺമെന്റ് ആശുപത്രി, നഗരസഭാ ഓഫീസ്, വിവിധ ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾ എന്നിവരുടെ യാത്രാക്ലേശം ലഘൂകരിക്കാൻ വ്യക്തമായ മാർഗങ്ങൾ ഉണ്ടായിട്ടും അതിന് തയ്യാറാകാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ വിഷയങ്ങൾ മുൻനിർത്തി വരുന്ന വെള്ളിയാഴ്ച ചെർപ്പുളശ്ശേരി ടൗണിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് K. രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ P. ജയൻ, സംസ്ഥാന കൗൺസിൽ അംഗം K. ഹരിദാസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി T. കൃഷ്ണകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം K. രാജു, ഏരിയ ജനറൽ സെക്രട്ടറി K. മുരളി, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് N. കവിത എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. മെഡിക്കൽ ഷോപ്പുകൾക്ക് മുന്നിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഡിസ്കൗണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലർ കേരള ഹൈക്കോടതി ശരിവെച്ചു. ഈ മേഖലയിലെ വ്യാജ ബോർഡുകൾക്കെതിരെ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സിസ്റ്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് കോടതിയെ സമീപിച്ചത്. ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലറിനെതിരെ ഫാർമസി ഗ്രൂപ്പുകൾ നൽകിയ എതിർ ഹർജികളെല്ലാം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിധി. മെഡിക്കൽ ഷോപ്പുകൾ അമിത ഡിസ്കൗണ്ട് പരസ്യങ്ങൾ നൽകി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് 2023 പാലക്കാട് ജില്ലാ കമ്മിറ്റി ആദ്യമായി കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ച കോടതി 2024 മെയ് 20 അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2024 ഓഗസ്റ്റ് 29 ഹർജിക്കാരുമായി ഡ്രഗ്സ് കൺട്രോളർ ചർച്ച നടത്തുകയും തുടർന്ന് സെപ്റ്റംബർ 4 ഒരു സർക്കുലർ ഇറക്കുകയും ചെയ്തു. പുതിയതായി ഡ്രഗ്സ് ലൈസൻസ് എടുക്കുന്നവർ ഡിസ്കൗണ്ട് ബോർഡുകൾ പ്രദർശിപ്പിക്കില്ല എന്ന് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകണമെന്നായിരുന്നു ഇതിലെ പ്രധാന വ്യവസ്ഥ. ഡ്രഗ്സ് കൺട്രോളറുടെ ഈ തീരുമാനത്തിനെതിരെ ഫാർമസി ഗ്രൂപ്പുകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി. തുടർന്ന് ഇവർ അപ്പീലുമായി മുന്നോട്ടു പോയതോടെ കേസിൽ അന്തിമ തീരുമാനം ആകുന്നതുവരെ സത്യവാങ്മൂലം നൽകാത്തവർക്കെതിരെ താൽക്കാലികമായി നടപടികൾ എടുക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസ് വീണ്ടും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ വിശദമായ വാദത്തിന് വന്നപ്പോൾ പുതിയ ലൈസൻസ് എടുക്കുന്നവർക്ക് മാത്രമല്ല നിലവിലുള്ള ലൈസൻസ് പുതുക്കാനെത്തുന്ന എല്ലാ വ്യാപാരികൾക്കും ഈ
സത്യവാങ്മൂല വ്യവസ്ഥ ബാധകമാക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോളർ വകുപ്പ് കോടതിയെ അറിയിച്ചു. ഔഷധ വ്യാപാര മേഖലയിലെ ശുദ്ധീകരണത്തിന് ഈ പരിഷ്കാരം അനിവാര്യമാണെന്ന ഡ്രഗ്സ് കൺട്രോളറുടെ വാദം കോടതി പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു. 50 മുതൽ 80% വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ബോർഡ് വെച്ച് അകത്ത് കയറുമ്പോൾ സാധാരണക്കാരായ രോഗികളെ പറ്റിക്കുന്ന രീതി ഒട്ടും അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ വ്യാജ ബോർഡുകൾ വിലക്കിയതുകൊണ്ട് മരുന്നുകൾക്ക് യഥാർത്ഥ വിലക്കിഴിവ് നൽകി വിൽക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ലെന്നും കോടതി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഈ ഉത്തരവോടെ സംസ്ഥാനത്ത് പുതിയ ലൈസൻസ് എടുക്കുന്നവരും നിലവിലുള്ള ലൈസൻസ് പുതുക്കുന്നവരുമായ എല്ലാ മെഡിക്കൽ ഷോപ്പ് ഉടമകളും ഇനി മുതൽ മരുന്നുകളുടെ വില സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായോ അവ്യക്തമായോ ഉള്ള യാതൊരുവിധ ഡിസ്കൗണ്ട് ബോർഡുകളും പ്രദർശിപ്പിക്കില്ല എന്ന സത്യവാങ്മൂലം നിർബന്ധമായും സമർപ്പിക്കേണ്ടി വരും. CCN ചെർപ്പുളശ്ശേരി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ചെർപ്പുളശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ ലഹരി വിരുദ്ധ സന്ദേശ ബുള്ളറ്റ് റാലി സംഘടിപ്പിക്കുന്നു. കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് പൊതുജന പങ്കാളിത്തത്തോടെ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ റാലി നടത്തുന്നത്. ബുള്ളറ്റ് റാലിയിൽ പങ്കാളികളാകാൻ താൽപര്യമുള്ളവർക്കായി ജൂൺ 22, 23 തീയതികളിൽ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. താൽപര്യമുള്ളവർ ഈ ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിലുള്ള സമയത്ത് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിന്റെ ആവശ്യമായ രേഖകൾ എന്നിവ സഹിതം സ്റ്റേഷനിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഈ ലഹരി വിരുദ്ധ സന്ദേശ റാലിയിൽ സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന എല്ലാ സുമനസ്സുകളും റാലിയിൽ പങ്കെടുത്ത് സഹകരിക്കണമെന്ന് ചെർപ്പുളശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഭ്യർത്ഥിച്ചു. CCN ചെർപ്പുളശ്ശേരി. നെല്ലായ പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുലാക്കാട്ട് രവീന്ദ്രൻ സ്മാരക കവിതാ പുരസ്കാരം സമർപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധികൾക്ക് കവിതയിലും സാഹിത്യത്തിലും ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് റഫീഖ് അഹമ്മദ് പറഞ്ഞു. ഒരു കൃത്രിമ ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ല. അത് എവിടെ എത്തിച്ചേരുമ്പോൾ ഈ കൃത്രിമ ബുദ്ധിക്ക് സ്വയം പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ട്രംപിനേക്കാൾ അപകടകാരിയാൻ സാധ്യതയാണ്. ട്രംപാണ് ഇപ്പോൾ ലോകത്തിലിപ്പോൾ ഏറ്റവും നമുക്ക് പേടിക്കാവുന്ന ഒരാൾ. കാരണം ഇന്നൊന്ന് പറയുന്നു, നാളെ മറ്റൊന്ന് പറയുന്നു, അടുത്ത ദിവസം വേറെ ഒന്ന് ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ്. അതിനേക്കാളൊക്കെ ഭീകരമായ രീതിയിൽ ചിലപ്പോൾ പ്രവർത്തിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ലോകത്ത് കവിതയുടെ സ്ഥിതി പറയാൻ പറ്റില്ല. കാരണം കവിതയും വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് ഉണ്ടാക്കാം. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ ഒരു ചെറിയ ബുദ്ധി വെച്ച് ആലോചിക്കുമ്പോൾ സാഹിത്യം, കവിത ഇതൊന്നും തന്നെ ഒരു നിർമ്മിത ബുദ്ധിക്ക് ഉണ്ടാക്കുന്നതിന് പരിമിതികൾ ധാരാളമായിട്ടുണ്ടാവും. കാരണം വ്യക്തിത്വത്തിൻ്റെ ഒരു മുദ്ര. ഇപ്പം നമുക്ക് ഈ ബഷീറിൻ്റെ കഥകളെ പോലെ ഒരു കഥ എഴുതൂ എന്ന് പറഞ്ഞാൽ അവർ എഴുതരും. അതിന് വൈലോപ്പിള്ളിയെ പോലെ ഒരു കവിത എഴുതരും എന്ന് പറഞ്ഞാൽ കവിത എഴുതരും. അതല്ലാതെ വേറൊരു വൈലോപ്പിള്ളിയെയോ വേറൊരു ബഷീറിനെയോ വേറൊരു കുമാരനാശാനെയോ ഈ നിർമ്മിത ബുദ്ധിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതിനങ്ങനെ വ്യക്തിത്വമില്ല. അതൊരു യന്ത്രമാണ്. അപ്പോൾ സംഗീതത്തിൻ്റെയും അതുപോലുള്ള മറ്റ് മേഖലകളിലും ഒക്കെ വ്യാപരിക്കാൻ കഴിയുമെങ്കിൽ പോലും കവിതയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് അതിന് വേണ്ട രീതിയിൽ അത്ര നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നെല്ലായെ സാഹിത്യ കേരളത്തിൽ അടയാളപ്പെടുത്തിയ കവിയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന പുലാക്കാട്ട് രവീന്ദ്രന്റെ സ്മരണാർത്ഥം പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാല 2025 1-ാം പതിപ്പായി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിമീഷ് മണിയൂരിന്റെ 2 പിൻ പ്ലഗും 3 പിൻ പ്ലഗും എന്ന കൃതിക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. പുരസ്കാരത്തിന്റെ ഭാഗമായുള്ള വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു പുരസ്കാര സമർപ്പണം. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീറ ബാനു അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ ചന്ദ്രബാബു പുലാക്കാട്ടു രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മലയാള കവിതയുടെ രാജപാതയിലൂടെ നടന്നു നീങ്ങിയ ഒരു വലിയ മനുഷ്യന്റെ, കവിയുടെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ഈ വായനശാലയുടെ പ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രിയ കവി ONV
പുലാക്കാട്ട് രവീന്ദ്രൻ്റെ കവിതകളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മനസ്സിലെങ്ങോ നിന്ന് ഓടിയെത്തുന്ന ഇളവയിലാണ് പുലാക്കാട്ട് രവീന്ദ്രൻ്റെ കവിത. കടുത്ത ചൂടില്ല, ഹൃദ്യമായ ഇളം ചൂട്. സ്നേഹം തുടിക്കുന്ന വക്ഷസ്സിലേക്ക് ചായുമ്പോൾ അനുഭവപ്പെടുന്ന ഇളം ചൂട്. കടുത്ത നിറങ്ങളില്ല, ഓണമുണ്ടിൻ്റെ കോടി നിറം. ഒരുപക്ഷെ പുലാക്കാട്ട് രവീന്ദ്രൻ്റെ കവിതകളെ ഇതിനേക്കാൾ ചാരുതയോടെ അടയാളപ്പെടുത്താൻ കഴിയില്ല. അത്ര മനോഹരമായിട്ടാണ് പുലാക്കാട്ട് രവീന്ദ്രൻ്റെ കവിതയെ മലയാളത്തിൻ്റെ പ്രിയ കവി ONV അടയാളപ്പെടുത്തുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കവിതയുടെ വരികൾ ഒരുപക്ഷെ ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് കേട്ട ഒരു കവിതയാണ്. ഒക്കത്തു നീർക്കുട മേന്തി വന്നെത്തുന്ന തെക്കു പടിഞ്ഞാറൻ കാറ്റ്, കണ്ടുവോ നീ പോരും പോരലിലെങ്ങാന കർഷക പെൺകുടിയാളെ. പുലാക്കാട്ട് രവീന്ദ്രന്റെ ഏറ്റവും മനോഹരമായ കവിതയിലെ വരികളാണ്. പ്രശസ്ത കവി പി രാമൻ പുരസ്കാര ജേതാവിനെ ചടങ്ങിൽ പരിചയപ്പെടുത്തി. ഈ കവികള് രവീന്ദ്രമോശെ പോലെയൊക്കെയുള്ള കവികൾ നമ്മുടെ കീറ്റ്സും ഷെല്ലിയും അല്ലെങ്കിൽ ആ ഒരു മാതിരിയൊക്കെ പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന കവികൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ കവികളെ ഇതേപോലെ അവരുടെ മണ്ണിൽ ചെന്ന് കാണാൻ ശ്രമിക്കാറില്ല, അല്ലേ? അത്തരം ഇത് വളരെ കുറവാണ്. എന്തായാലും ശരി, കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരും. നമ്മുടെ പഴയ കവികളെ അവരുടെ മണ്ണിൽ വെച്ച് തന്നെ ചെന്ന് തൊടാനുള്ള ഒരു എന്താ പറയുക, കവിതാസ്നേഹികളുടെ ഒരു തലമുറ ഉണ്ടാകും എന്ന് വെറുതെയെങ്കിലും നമുക്ക് വ്യാമോഹിക്കാം. സംഭവിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. ചടങ്ങിൽ വായനശാല രക്ഷാധികാരി ധന്യ വേണു സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഐ ഷാജു, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി PP അൻവർ സാദത്ത്, 7ാം വാർഡ് മെമ്പർ VK സജിത്, വായനശാല പ്രസിഡന്റ് ഷിബു കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് വിമീഷ് മണിയൂർ ചടങ്ങിൽ മറുമൊഴി പ്രഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി അനസ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ഫിഫ ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഔദ്യോഗിക ഉദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. കളിക്കിടെ പരിക്ക് പറ്റുകയും കിംസ് അൽഷിഫയിലെ വിദഗ്ധ ചികിത്സയിലൂടെ പരിക്ക് പൂർണ്ണമായും ഭേദമായി വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത കായിക താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് മത്സരം നടത്തിയത്. കരിങ്കലത്താണിയിലെ ടർഫ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു മത്സരം. ഇതിനൊപ്പം മലബാറിലെ പ്രമുഖ കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകകപ്പ് ക്വിസ് മത്സരം, ഷൂട്ടൌട്ട് മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു. ചടങ്ങുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. വളരെ വെറൈറ്റി നിറഞ്ഞ ഒരുപാട് മത്സരങ്ങൾ ഇന്ന് നാടെങ്ങും നമ്മൾ കാണുന്നുണ്ട്. ലോകകപ്പിനോടനുബന്ധമായിട്ട് എല്ലായിടത്തും ഫാൻ ബോർഡുകളാണ്, ആവേശം മലതല്ലുകയാണ്. എങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ സന്തോഷ മുഹൂർത്തമാണ് ഈ വേൾഡ് കപ്പ്. അമേരിക്കയിലാണ് കളി നടക്കുന്നതെങ്കിലും വളരെ ആവേശപൂർവ്വം നമ്മുടെ നാട്ടിലെല്ലാം കളിക്ക് സമാന്തരമായി ഒട്ടനവധിയായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ട് ഒരു സ്പോർട്സ് സർജൻ അദ്ദേഹം സർജറി ചെയ്ത രോഗികളെ ടീമുകളാക്കി ഒരു പക്ഷേ ലോകത്താദ്യത്തെ മത്സരമായിരിക്കും ഇവിടെ നടക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഒരു പുതുമയായി ഞാൻ അതിനെ കാണുകയാണ്. അൽഷിഫ ഹോസ്പിറ്റലിലെ സ്പോർട്സ് സർജനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഖലീൽ, അദ്ദേഹം ഈ 4 വർഷത്തിനിടയിൽ 300-ലേറെ രോഗികളുടെ സ്പോർട്സിനിടയിൽ പരിക്കേറ്റ, അതേറെയും ഫുട്ബോളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഫുട്ബോൾ പ്ലേയേഴ്സായിട്ടുള്ള ആളുകളുടെ പരിക്കേറ്റവരുടെ സർജറി നടത്തിയ ഒരു ഡോക്ടറാണ്. അദ്ദേഹം സർജറി നടത്തിയ ഈ 300-ലേറെ വരുന്ന ആളുകൾക്കിടയിൽ നിന്ന്
ഏറ്റവും നല്ല ഫുട്ബോളർമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് 2 ടീം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്ന് ഞങ്ങളെ ടീം അർജൻറ്റീന, ഒന്ന് ഞങ്ങൾ എതിരാളികളുടെ ടീം അത് പിന്നെ ബ്രസീൽ ഇവിടെ ഉണ്ട്. ബ്രസീലും അർജൻറ്റീനയുമായി 2 പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. മത്സരാർത്ഥികളായിട്ടുള്ള ഫുട്ബോളേഴ്സ് ആവട്ടെ എല്ലാവരും സർജറിക്ക് വിധേയമായവരുമാണ്. ഇത് ഒരു വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. ലോകകപ്പിനുള്ള പെരിന്തൽമണ്ണയുടെ സമ്മാനമായി ഞാൻ ഇതിനെ കാണുന്നു. തീർച്ചയായിട്ടും ആസ്വാദകർക്ക് വളരെ വെറൈറ്റിയായി ഇത് കാണിക്കാം. കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കായിക രംഗത്തെ പ്രമുഖരും ആശുപത്രി ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ 13 വർഷമായി കിംസ് അൽഷിഫയിൽ മികച്ച രീതിയിൽ സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഡോക്ടർ അബ്ദുള്ള ഖലീലിന്റെ നേതൃത്വത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയാണ് പരിക്ക് ഭേദമാക്കി ഇതിനോടകം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ 2 മെയിൻ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്മൾ ഈ കാര്യം കൊണ്ട് നമ്മളെ ഈ ഒരു സർജറീസും ഒക്കെ ചെയ്തുകൊണ്ട് തിരിച്ച് രണ്ടാമത് കളിക്കളത്തിൽ ഇറങ്ങുന്ന അവരുടെ ഒരു ഹാപ്പിനെസ് ഒന്ന്. രണ്ടാമത്തതെന്ന് വെച്ചാൽ വളരെ കുറച്ച് പ്ലെയേഴ്സൊക്കെ കുറച്ച് ആളുകളൊക്കെ ഇതിൽ വളരെ കുറവാണെങ്കിൽ പോലും അവർക്ക് ഇതേപോലെ രണ്ടാമത് കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുമോ, അവർക്ക് കളിക്കാൻ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ സംശയമോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ പോലത്തെ കാണുമ്പോൾ അവർ ഗെറ്റ് ഇൻസ്പയർഡ്. പിന്നെ അതേപോലെ തന്നെ സർജറി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സർജറി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ, അതേപോലെ കളിച്ച് സർജറി എന്താ പറയുക, സർജറിക്ക് മുമ്പ് തന്നെ ചിന്തിച്ചിട്ട് ചിലർ കളിക്കാൻ സർജറിക്കൊന്നും വരാത്തവർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വരാത്തവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഇവർ ഈ നല്ല കളിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ്. CCN പെരിന്തൽമണ്ണ. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 കേസുകളിലായി മുണ്ടൂർ സ്വദേശിയായ മധ്യവയസ്കനെയും ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവിനെയുമാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ TV ധനഞ്ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് റെയ്ഡുകൾക്ക് നേതൃത്വം നൽകിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. നാട്ടുകൽ പരിധിയിലെ 55-ാം മൈലിൽ വെച്ചാണ് മുണ്ടൂർ സ്വദേശിയായ ചന്ദ്രൻ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഏകദേശം 300ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് സംഘം കണ്ടെടുത്തത്. ഇതിന് തൊട്ടു മുൻപ് രാവിലെ അലനല്ലൂരിൽ വെച്ച് നടന്ന മറ്റൊരു പരിശോധനയിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ അശോക് സോൻകർ എന്ന യുവാവ് പുകയില ഉൽപ്പന്നങ്ങളുമായി നാട്ടുകൽ പോലീസിന്റെ വലയിലായത്. ഒരൊറ്റ ദിവസത്തിനിടെ 2 സ്ഥലങ്ങളിലായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. CCN ചത്തല്ലൂർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മാരായമംഗലം വളയമൂച്ചി അങ്ങേക്കര വീട്ടിൽ അബ്ദുൽ നാസറിനെയാണ് അറസ്റ്റ് ചെയ്തത്. മാരായമംഗലം വളയമൂച്ചി അങ്ങേക്കര വീട്ടിൽ 33-കാരൻ അബ്ദുൽ നാസറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി ഒട്ടേറെ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ നാസറിനെ തൃശൂർ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. വിശ്വാസവഞ്ചനയിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത ജീവനക്കാരനെതിരെ പരാതി നൽകിയിട്ടും മഞ്ചേരി പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് അലി ഫ്രോസൺ ഫുഡ് ഉടമ ലിയാഖത്ത് അലി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി, DGP, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയതായും ലിയാഖത്ത് അലി പറഞ്ഞു. സംശയം തോന്നിയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ റൂട്ടിൽ പോയി കസ്റ്റമറെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനും സെയിൽസ്മാനുമായിരുന്ന തിരുവാലി സ്വദേശി ശ്രീജിത്ത് 3.5 ലക്ഷത്തോളം രൂപയാണ് വിശ്വാസവഞ്ചനയിലൂടെ തട്ടിയെടുത്തത്. ഇതിനെതിരെ മഞ്ചേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയെ സമീപിക്കുകയായിരുന്നു. SP നടപടി സ്വീകരിക്കാൻ മഞ്ചേരി SHOക്ക് നിർദ്ദേശം നൽകിയിട്ടും പോലീസ് അനങ്ങിയില്ലെന്ന് ലിയാഖത്ത് അലി കുറ്റപ്പെടുത്തി. തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ശ്രീജിത്ത് മഞ്ചേരി പോലീസ് സ്റ്റേഷനും കോടതിക്കും സമീപം ഒരു ചായക്കട ആരംഭിച്ച് നടത്തുകയാണ്. പോലീസുകാരുടെയും കോടതി ജീവനക്കാരുടെയും സഹായത്തോടെ തനിക്കെതിരെയുള്ള നിയമ നടപടികൾ ഇല്ലാതാക്കാനാണ് ശ്രീജിത്ത് ശ്രമിക്കുന്നത്. ഇതിന് മഞ്ചേരി പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നും ലിയാഖത്ത് അലി ആരോപിച്ചു. CCN മലപ്പുറം.
പെരിന്തൽമണ്ണ പ്രസ് ഫോറവും പെരിന്തൽമണ്ണ സായി സ്നേഹതീരവും സംയുക്തമായി ലഹരി വിരുദ്ധ സംഗമം നടത്തി. സായി സ്നേഹതീരം രക്ഷാധികാരി CV സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മാധ്യമ പ്രവർത്തകനും അധ്യാപകനുമായ ഉസ്മാൻ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റൽ വിദ്യാർത്ഥികളിലും മാധ്യമ പ്രവർത്തകരുടെ മക്കളിലും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 11 പേരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഫാത്തിമ ഷംല EP രാസനാണ് നോക്കുന്നത്. IMA പ്രതിനിധി ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ലഹരിക്കെതിരെ സന്ദേശം നൽകി. പ്രസ് ഫോറം സെക്രട്ടറി E ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കൊച്ചു S മണി, സായി സ്നേഹതീരം സെക്രട്ടറി KT വിജയകുമാർ, കമ്മിറ്റി അംഗങ്ങളായ K പ്രസാദ്, MP അംബികാദേവി, മാധ്യമപ്രവർത്തകരായ A രാധാകൃഷ്ണൻ, മണികണ്ഠൻ കൊളത്തൂർ എന്നിവർ സംസാരിച്ചു. KR രവി സ്വാഗതം പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കരണം ജനദ്രോഹപരമാണെന്ന് BJP. ടൗണിൽ ബസ് സ്റ്റാൻഡ് ടു ബസ് സ്റ്റാൻഡ് എന്ന പേരിൽ സൗജന്യ യാത്രാ സൗകര്യം വാഗ്ദാനം ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ടും വാക്കുപാലിക്കാൻ നഗരസഭയ്ക്ക് സാധിക്കാത്തത് ജനവഞ്ചനയാണെന്ന് ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി. മെഡിക്കൽ ഷോപ്പുകൾക്ക് മുന്നിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഡിസ്കൗണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലർ കേരള ഹൈക്കോടതി ശരിവെച്ചു. ഈ മേഖലയിലെ വ്യാജ ബോർഡുകൾക്കെതിരെ ഓൾ കേരള കെമിസ്റ്റ്സ് ആൻഡ് ഡ്രഗ്സിസ്റ്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് കോടതിയെ സമീപിച്ചത്. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 കേസുകളിലായി മുണ്ടൂർ സ്വദേശിയായ മധ്യവയസ്കനെയും ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവിനെയുമാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നെല്ലായ പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുലാക്കാട്ട് രവീന്ദ്രൻ സ്മാരക കവിതാ പുരസ്കാരം സമർപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധികൾക്ക് കവിതയിലും സാഹിത്യത്തിലും ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് റഫീഖ് അഹമ്മദ് പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.